ചിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം വർക്ക്ഷോപ്പിൽ അനിയൻകുട്ടനും രാജേട്ടനുമായി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദർശൻ വരുന്നുണ്ട്. ദർശനെ കണ്ടതും വിക്രം വേഗം ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദർശൻ സാർ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ദർശൻ സാറിൻ്റെ ഓഫീസിലേക്ക് വരുമായിരുന്നല്ലോ. എന്താ സാർ കാര്യമെന്ന് ചോദിക്കുകയാണ്. ദർശൻ പറയുന്നുണ്ട്, നിന്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ ഏറ്റെടുത്തത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും മൊഴികളും സാക്ഷികളും എല്ലാം വളരെ സ്ട്രോങ് ആണ്. ഈ കേസ് ജയിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും നമുക്ക് അനുകൂലമായി ഒരു സാക്ഷി പോലുമില്ല. ഇനി ഈ കേസ് ജയിക്കണമെങ്കിൽ നമുക്ക് കോംപ്രമൈസ് മാത്രമേ വഴിയുള്ളൂ. നിന്റെ ഏട്ടൻ ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊരു പോംവഴി മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. എനിക്കത് പറയാൻ വളരെ വിഷമമുണ്ട്. എന്താന്ന് വെച്ചാൽ ചേട്ടൻ പറയുന്നത്, വേദ കഴുത്തിലുള്ള താലി വലിച്ചെറിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. എന്നാൽ ഈ കേസ് പിൻവലിക്കാമെന്നാണ് ശ്രീയേട്ടൻ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ നീയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇത് പറയാനുള്ള അവകാശം എനിക്കില്ല. പക്ഷെ നിൻ്റെ ചേട്ടൻ്റെ കാര്യം ആലോചിച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇനിയെല്ലാം നിനക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിക്രം ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട്. എന്നാൽ അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഈ പറയുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ ചേച്ചി ഇത്രയും കാലം ഈ യുദ്ധം ഇതെല്ലാം സഹിച്ച് ആ വീട്ടിൽ നിന്നത്? ഇതിനു വേണ്ടിയിട്ടായിരുന്നോ? വിക്രമേട്ടനെ വലിച്ചെറിഞ്ഞിട്ട് പോവാൻ വേണ്ടിയിട്ടായിരുന്നോ സാറേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ വിക്രം തടയുന്നുണ്ട്. അനിയൻകുട്ട, നീ മിണ്ടാതിരിക്കേ. സാറേ, അവളെ എവിടെ എങ്ങോട്ട് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. അവൾ എൻ്റെ മനസ്സിലില്ല. ഞാൻ അവളെ സ്നേഹിക്കാനും പോകുന്നില്ല. എത്ര കാലം അവൾ എൻ്റെ വീട്ടിൽ താമസിച്ചാലും അവളോ എൻ്റെ ഭാര്യയെ ഞാൻ സ്വീകരിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. പിന്നെ അവൾ എൻ്റെ വീട്ടിൽ നിന്നാലെന്താ, നിന്നില്ലെങ്കിൽ എന്താ? പിന്നെ ഞാൻ അവളോട് എന്നും എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവൾ അതനുസരിക്കുന്നില്ല. ഇത് കേട്ട് രാജേട്ടൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വേദയെ ഇങ്ങനെ പറയുന്നത്. രാജേട്ടൻ പറയുന്നുണ്ട്, വേടാ വിക്രം, നീയൊന്നും മിണ്ടാതിരിക്കേ. ഏത് നേരം നോക്കിയാലും നിനക്കാക്ക് കുട്ടിയെ ഇങ്ങനെ കുറ്റം പറയാൻ തന്നെയല്ലേ സമയമുള്ളൂ. എന്നാൽ ദർശൻ പറയുന്നുണ്ട്, നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും വിക്രം. ഞാൻ ഇപ്പോൾ പോവാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ദർശൻ പോയ സമയത്ത് രാജേട്ടൻ പറയുന്നുണ്ട്, എടാ വിക്രം, എനിക്ക് ദർശൻ സാറിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം സ്നേഹിച്ച് കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയല്ലേ വേദ. എന്നിട്ടും ആ വേദയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതേ രാജേട്ടാ, അവരെ സ്നേഹിക്കുന്നതിന് മുൻപ് നമ്മളെപ്പോലെ ഞാനും രാജേട്ടനും എങ്ങനെയും ഉണ്ടായിരുന്നോ അതുപോലെയുള്ള നല്ല ഫ്രണ്ട്സായിരുന്നു അവർ. അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹത്തിന് അവളെ സഹായിക്കാൻ, അവളെ എന്തെങ്കിലും ആപത്തിൽപ്പെടുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഓടി വരുന്നത്. അത് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് വിക്രം. പിന്നീട് വേദ ശ്രീയുടെ ജനറൽ മാനേജറുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവരുടെ ഭാര്യയും മക്കളുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്തേക്ക് ജനറൽ മാനേജർ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. വേദയെ കണ്ടതും അദ്ദേഹം അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള മട്ടിൽ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ചേട്ടൻ വന്നിട്ടേ പോകുള്ളൂ പറഞ്ഞിട്ടാണ് മാഡം ഇവിടെ ഇരുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് മാഡം ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, അതെ പ്രസന്നൻ, നിനക്ക് കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ, പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രസന്നൻ പറയുന്നുണ്ട്, ഉണ്ട് മാഡം, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അതെല്ലാം മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, പണ്ട് നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ അതേ പുതുക്കത്തിൽ ജോലിക്കായി വന്നു ഞങ്ങളുടെ പുതിയ ഓഫീസിൽ. നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തതും ജോലിക്കെടുത്തതും ഞാനാ. നിങ്ങളെക്കാൾ ക്വാളിഫൈഡ് ആയ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. അവർക്ക് ആ ജോലി കൊടുക്കാതെ നിങ്ങൾക്ക് തന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ജോലി നിങ്ങൾക്ക് തന്നെ ഞാൻ തന്നത്. അതിനുള്ള പ്രത്യുപകാരമായിട്ടാണോ നിങ്ങൾ എനിക്കിട്ട് ഈ പണികളെല്ലാം തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് വേദ. എന്നാൽ ഇത് കേട്ട് പ്രസന്നൻ വേദയുടെ കാലിൽ വീഴുവാണ്. മാഡം, എന്നോട് പൊറുക്കണം, ഒരു തെറ്റ് പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എവിടെ എങ്ങനെ എന്ത് ഞാൻ പറയണമെന്ന് പറഞ്ഞാലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം. ഞാൻ സത്യമെല്ലാം തുറന്നു പറഞ്ഞോളാം എന്ന് പറയുകയാണ്. അങ്ങനെ വേദ പറയുന്നുണ്ട്, അത് ശരി, എങ്കിൽ നാളെ കോർട്ടിൽ വെച്ച് നിങ്ങൾ എല്ലാ സത്യവും തുറന്നു പറയണം. എന്തൊക്കെയാണോ അവിടെ സംഭവിച്ചത്, ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങളത് തുറന്നു പറയണമെന്ന് പറയുകയാണ്. പിന്നെ പ്രസന്നൻ കോടതിയിൽ ഹാജരാവാമെന്ന് സമ്മതിച്ചത് പ്രകാരം വേദ അവിടെ നിന്നും പോകുന്നുണ്ട്. കമലാമ്മ ശ്രീജയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ ശ്രീജ ഭക്ഷണം കഴിക്കാനായി
സമ്മതിക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട. എൻ്റെ ചേട്ടൻ അവിടെ ജയിലിൽ ഒന്നും കഴിക്കാണ്ട് ഇരിക്കുകയായിരിക്കും പേടിച്ചുകൊണ്ട്. എനിക്ക് ഭക്ഷണം ഇറങ്ങത്തില്ല അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നന്ദിനിയും ഇത് കണ്ട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയുടെ സങ്കടമൊക്കെ കണ്ടിട്ട്, ചേച്ചി പ്ലീസ് ചേച്ചി, ചേട്ടൻ വരുമ്പോഴേക്കും ചേച്ചിയുടെ ആരോഗ്യമൊക്കെ ശരിയാവണ്ടേ, ചേച്ചിക്ക് ക്ഷീണം പറ്റില്ലേ, ഇത് കഴിക്ക് ചേച്ചി, വല്ല അസുഖം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വേദ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിയുടെ പ്രശ്നം ഇപ്പം എന്താ? ചേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങുമോ ഇല്ലേ എന്നുള്ള സങ്കടത്തിലല്ലേ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അങ്ങനെ കഴിക്കാതിരിക്കണ്ട ചേച്ചി, നന്നായി ഭക്ഷണം കഴിച്ചോ. നാളെ എന്തായാലും ചേട്ടനെ നമ്മൾ ജയിലിൽ നിന്ന് ഇറക്കിയിരിക്കും, ഞാനായി വാക്ക് തരുന്നേ എന്ന് പറയാട്ടോ. ഇത് കേട്ട് കമലാമ്മ പുച്ഛിക്കുന്നുണ്ട്. നീയോ, നിന്നെ കൊണ്ട് എന്താടി ചെയ്യാൻ പറ്റുന്നത്? ഇത്രയും ദിവസമായിട്ട് നീ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ, ഇനിയും നീ ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കമലാമ്മ ഓടിച്ചെന്ന് മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷേ എന്തെങ്കിലും ശരിയായോ? നമ്മുടെ മകനെ പുറത്തിറക്കാനെന്നുള്ള എന്തെങ്കിലും വഴികൾ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുകയാണ്. മാഷ് കരയുന്നുണ്ട്. ഇല്ല കമലം, നമ്മുടെ മകൻ്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് വളരെ സങ്കടമുണ്ട്. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തു വന്നാലും എൻ്റെ മകൻ ജയിലിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ പിന്നീട് എന്നെ നിങ്ങൾ ആരും കാണത്തില്ല. ഞാൻ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ. കമലാമ്മ വേഗം തന്നെ വേദിയുടെ നേരെ തിരിയുന്നുണ്ട്. കേട്ടോടി, നീ കാരണം ഞങ്ങളുടെ കുടുംബമെല്ലാം നശിക്കാൻ പോവുക. നീ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നും പോയി നിൻ്റെ ചേട്ടൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും നീ എൻ്റെ മകനെ അങ്ങ് തിരിച്ചു താടി എന്ന് പറഞ്ഞുകൊണ്ട് വേദിയുടെ നേരെ കൈ കൂപ്പുകയാണ് കമലാമ്മ. രാത്രി വിക്രം റൂമിലിങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി വിക്രം? ഞാൻ നിനക്ക് സന്തോഷമുള്ള ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നതെന്ന് പറയാണ്. വേദയെ കണ്ടതും വിക്രം ദേഷ്യപ്പെടുകയാണ്. നീ ഒന്നും പറയണ്ട, എൻ്റെ റൂമിൽ നിന്നും ഒന്ന് ഇറങ്ങി തന്നാൽ മതി. എന്നോടൊന്നും സംസാരിക്കണ്ട, ഞാനാകെ വിഷമിച്ചിരിക്കുന്ന സമയമാണെന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആ വിഷമത്തിന് ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്, ഒരു സന്തോഷ വാർത്ത പറയാനാ എന്ന് പറയുമ്പോൾ വിക്രം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ നാളെ വിക്രമിൻ്റെ വിഷമം ചേട്ടനെ എങ്ങനെ പുറത്തിറക്കുമെന്നല്ലേ. നാളെ എന്തായാലും ചേട്ടനെ പുറത്തിറക്കാൻ ഞാൻ പുറത്തിറക്കും. അതിനുള്ള എല്ലാ പരിപാടികളും സെറ്റാക്കിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയാണ്. അത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, നീ ഇങ്ങനെ വെറുതെ ഓരോന്നും വിളിച്ച് പറയണ്ട, അതത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. നീ ഇനി എന്തെങ്കിലും ചെയ്ത് അത് ഫ്ലോപ്പായാൽ എൻ്റെ ചേട്ടനെ ഇറങ്ങാനുള്ള വഴി കൂടിയും അടയും കേട്ടോ. നീ അങ്ങനെയൊന്നും ചെയ്തു വെക്കരുത്. നീ പറയുന്ന കാര്യം സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്, നടക്കാത്ത കാര്യമൊന്നും ഈ വേദ പറയാറില്ല. എല്ലാം സെറ്റാ, നാളെ ചേട്ടൻ ഇറങ്ങിയിരിക്കും, ഇതെൻ്റെ വാക്കാ. നീ സന്തോഷമായിട്ടിരിക്കും വിക്രം എന്നും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി പോവുകയാണ് വേദ. പിറ്റേ ദിവസം കോർട്ടിലാണ് കാണിക്കുന്നത്. ജഡ്ജും എല്ലാവരും, സാക്ഷികളും വക്കീലും എതിർ വക്കീലും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ജഡ്ജ് സാക്ഷികളെ ആരെങ്കിലും വിസ്തരിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദർശൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഉണ്ട് സാർ, ഒരാളെ കൂടെ വിസ്തരിക്കാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പ്രസന്നനെ വിളിക്കുന്നുണ്ട്. പ്രതിക്കൂട്ടിലേക്ക് കയറി നിന്ന പ്രസന്നനോട് ദർശൻ ചോദിക്കുന്നുണ്ട്, അതെ, എന്തിനാണ് നിങ്ങളിവിടെ വന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനി കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ അവിടെ ഓഫീസിൽ എന്താണോ സംഭവിച്ചത് ആ സംഭവം ഒന്ന് തുറന്നു പറഞ്ഞോളൂ എന്ന് പറയുന്ന സമയത്ത് പ്രസന്നൻ അങ്ങ് ഒന്നും അറിയാത്ത മട്ടിലെ ചോദിക്കുകയാണ് ദർശനോട്, ഓഫീസിൽ നടന്ന സംഭവമോ? അതെന്ത് സംഭവം? എനിക്കറിയത്തില്ലല്ലോ. ഇത് കേട്ടതും നമ്മുടെ വേദയും വിക്രമും ദർശനുമെല്ലാം അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവൻ നമ്മളെ ചതിക്കാൻ പോവാണല്ലോ എന്ന മട്ടിൽ. പിന്നീട് പ്രസന്ന അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. തനിക്കൊന്നും അറിയത്തില്ല, താനൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ. അപ്പോൾ ദർശൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓഫീസിൽ വെച്ച് ഈ വിഷത്തെ കള്ളനാക്കാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ മുതലാളിയും ശ്രീയും ചേർന്ന് നടത്തിയ പ്ലാനിങ് എല്ലാം അതാണ് തുറന്നു പറയാൻ പറഞ്ഞതെന്ന് വീണ്ടും പറയുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ആര് പറഞ്ഞതാ? നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ലേ, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞതും എല്ലാവരും അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്.